മഴത്തോരു മുൻപിൽ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ രേവതിക്കുട്ടിയാണെങ്കിൽ അലീനയെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയാണ്. രോഹിത് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, ഇടയ്ക്കൊരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. നാട്ടുകാരെല്ലാവരും കൂടെ കല്ലെറിഞ്ഞും ഉപദ്രവിച്ചും രോഹിത്തിനെ തിരിച്ചു കയറ്റി. അപ്പം രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്, ജയിലിൽ നിന്നും പോലീസുകാരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയത് പോരാഞ്ഞിട്ടാണോ ഇപ്പം നാട്ടുകാരിൽ നിന്ന് വാങ്ങിക്കാൻ പോയേക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, ആകപ്പാടെ മാനസിക നില തെറ്റിയ അവസ്ഥയാണ് രോഹിത് ഇപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് നല്ല കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് രോഹിത് ഈ ഒരു മാനസിക നിലയിലൂടെ കടന്നു പോകുന്നതെന്ന് അലീന പറയുകയാണ്. അപ്പം പിന്നാണെങ്കിൽ രേവതിക്കുട്ടി ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇപ്പം എങ്ങനെയുണ്ടെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പം പറയുന്നുണ്ട്, ഇപ്പം പനി പിടിച്ച് വയ്യാതിരിക്കുക, ഞാൻ അവന് കൊടുക്കാൻ കഞ്ഞി എടുത്തപ്പോഴാണ് മോള് വിളിച്ചതെന്ന് പറയുകയാണ്. അപ്പം ഉടനെ രേവതിക്കുട്ടി പറയാണ്, ഇങ്ങനെയാണെങ്കിൽ ചേച്ചി എന്ന് രോഗത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കഞ്ഞിയൊക്കെ കൊണ്ടുകൊടുത്ത് ശുശ്രൂഷയ്ക്ക്, പിന്നെ സമയമുള്ളപ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എനിക്ക് എപ്പോഴും ടൈമുണ്ട്, എക്സാമൊക്കെ കഴിഞ്ഞപ്പം ഇഷ്ടംപോലെ ടൈമുണ്ടെന്ന് രേവതിക്കുട്ടി പറയുകയാണ്. അപ്പോൾ ചേച്ചിക്ക് എപ്പോഴാണെന്ന് വെച്ചാൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയുടെ അടുത്ത് നിന്ന് സംസാരിച്ചതിന് ശേഷം അലീന ഫോൺ വെക്കുവാണ്. അതിനുശേഷം അലീന കഞ്ഞിയായിട്ട് രോഹിത്തിൻ്റെ അടുത്ത് പോവുകയാണ്. ഈ സമയത്താണ് വൈജ റൂമിൽ വന്നിരുന്ന് ഓരോന്ന് ആലോചിക്കുകയാണ്. രോഹിത്തിൻ്റെ അവസ്ഥ കണ്ടപ്പം വൈജയ്ക്ക് ചെറിയ സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ആലോചിക്കുകയാണ്, രോഹിത്ത് വിഷമിച്ച് കിടക്കുന്നതും സങ്കടപ്പെട്ട് കിടക്കുന്നതൊക്കെ ആലോചിക്കുകയാണ്. അതിനുശേഷം ബാലചന്ദ്രനെ കണ്ടത്, ബാലചന്ദ്രൻ വൈജയെ നോക്കിയതൊക്കെ വൈജ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അലീനയെ കാര്യം അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീനയോടാണെങ്കിൽ തീരാത്ത വെറുപ്പ് കൊണ്ട് വൈജ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് അലീനയുടെ കാര്യം ഓർത്ത്. ഈ സമയത്ത് അലീനയാണെങ്കിൽ നേരെ കഞ്ഞിയായിട്ട് രോഹിത്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഡോറ് തുറക്കുമ്പോഴത്തേക്കും രോഹിത് അവിടെ കിടക്കുകയാണ്. അപ്പം അവിടെ കൊണ്ടുവന്ന് കഞ്ഞി വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, രോഹിത്തെ എന്ന് തട്ടി വിളിക്കുകയാണ്. അപ്പോൾ രോഹിത് കണ്ണുറക്കുകയാണ്. നീ എണീക്ക്, ആഹാരം കഴിക്കുക എന്ന് പറയാണ്. അപ്പം രോഹിത് പറയാണ്, എനിക്ക് വേണ്ട, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, ആഹാരം കഴിച്ചേ പറ്റത്തുള്ളൂ, മെഡിസിനൊക്കെ കഴിക്കുന്നതാണ്, അതുകൊണ്ട് നീ ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ്. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞെന്ന് പറയുകയാണ് രോഹിത്. അപ്പം അലീന നിർബന്ധിക്കുകയാണ്, എന്തായാലും കഴിച്ചേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ പിടിച്ച് നീപ്പിക്കുകയാണ്. അപ്പോൾ രോഹിത്തിനാണെങ്കിൽ വയ്യ, നല്ല ക്ഷീണമൊക്കെ ഉണ്ട്, ആഹാരമൊന്നും കഴിക്കാതെ വെള്ളമൊക്കെ കുടിക്കാതിരിക്കുന്നതുകൊണ്ട് രോഹിത്തിന് നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ അലീനയാണെങ്കിൽ ആഹാരം കഴിക്കാൻ വേണ്ടി രോഹിത്തിനെ നേരെ പിടിച്ചിരുത്തിയാണ്. അങ്ങനെ ചാരി കട്ടിലേരുത്തുകയാണ്. എന്നിട്ട് അലീനയാണെങ്കിൽ കഞ്ഞിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് രോഹിത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ രോഹിത് വേണ്ട എന്ന് പറയുകയാണ്. അപ്പം അലീന നിർബന്ധിക്കുമ്പം രോഹിത് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടെന്നല്ലേ പറയുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്, എനിക്കിഷ്ടമല്ല എന്നെ ഇങ്ങനെ ഒരാൾ ശല്യം ചെയ്യുന്നതെന്ന് പറഞ്ഞ് രോഹിത് ചൂടാവുകയാണ്. അപ്പോഴത്തേക്ക് അലീനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. അപ്പം വീണ്ടും രോഹിത് പറയാണ്, നിനക്കൊന്ന് കൊണ്ടുപോക്കൂടെ, ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാലും പുറകെ നടന്ന് ശല്യം ചെയ്യേണ്ട എന്താ കാര്യമുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അലീന സങ്കടത്തോടെ പറയുകയാണ്, രോഹിത്തെ, നീ ആഹാരം കഴിക്കാൻ വേണ്ടിയല്ലേ ഞാനിത് ഇത്രയും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്, നിനക്ക് ആരോടാ ദേഷ്യം, എന്നോടാണോ, എന്നോട് എന്തിനാ ദേഷ്യം, ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നോട് ഈ ദേഷ്യം കാണിക്കുന്നത്, ഞാൻ ഒരു തെറ്റും നിന്നോട് ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് ഈ ദേഷ്യം, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ ഞാൻ നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്, നിൻ്റെ പെങ്ങളല്ലേ ഞാൻ, എനിക്ക് നിൻ്റെ കാര്യം നോക്കാതിരിക്കാൻ പറ്റുമോ, ഞാൻ ഒരു തെറ്റ് നിന്നോട് ചെയ്തില്ലല്ലോ, പിന്നെ നീ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രോഹിത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഈ കിടക്കുകയാണ്. നീ കഞ്ഞി കുടിച്ച് നിൻ്റെ അസുഖമൊക്കെ മാറ്റി നീ പഴയതുപോലെ ആവണം, എന്തായാലും സംഭവിച്ചതെല്ലാം സംഭവിച്ചു, ഇനി അത് ഓർത്ത് നിന്ന് നിൻ്റെ ജീവിതം നീ നശിപ്പിക്കല്ലേ, നീ പഴയതുപോലെ നല്ല സ്മാർട്ടായിട്ട് തിരിച്ചു വരണം എന്ന് അലീന പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് രോഹിത്തിനൊരു വിഷമം വരുന്നുണ്ട്. നീ കഞ്ഞി കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അലീന കഞ്ഞിയെടുത്ത് രോഹിത്തിൻ്റെ വായുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോഴേക്ക് രോഹിത് ഇങ്ങനെ ആലോചിച്ചിട്ട് വാ തുറക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീനയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. രോഹിത് വാ തുറന്ന് കഞ്ഞി കുടിക്കുമെന്ന് ഒരിക്കലും അലീന വിചാരിച്ചില്ല. അങ്ങനെ അലീന ഭയങ്കര സന്തോഷത്തോടെ രോഹിത്തിന് കഞ്ഞി കോരി കൊടുക്കുകയാണ്. രോഹിത് കഞ്ഞി കുടിക്കുന്നെങ്കിലും അലീനയെ നോക്കുന്നില്ല. അലീനയുടെ അടുത്തുനിന്ന് മുഖം തിരിച്ചു വെച്ചിട്ടാണ് കഞ്ഞി കുടിക്കുന്നത്. എന്നാലും കഞ്ഞിയെല്ലാം കുടിക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അലീനയാണെങ്കിൽ രോഹിത്തിൻ്റെ മുഖമൊക്കെ തുടച്ചു കൊടുത്തിട്ട് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രോഹിത്തിനെ അവിടെ പിടിച്ച് കടത്തുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇനി നീ വിശ്രമിച്ചോ, മെഡിസിൻ എടുത്ത് ഞാൻ തരാം എന്നും പറഞ്ഞുകൊണ്ട് അലീനയാണെങ്കിൽ മെഡിസിനൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്താണെങ്കിൽ അലീന എടുത്ത് കൊടുത്ത കഞ്ഞിയും മെഡിസിനൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടക്കുകയാണ്. ഈ സമയത്ത് അലീനയ്ക്ക് നന്നായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് അങ്ങോട്ട് കൃഷ്ണമോൾ വരുന്നുണ്ട്. കൃഷ്ണമോൾ വന്നിട്ട് ചോദിക്കുകയാണ്, ചേച്ചി ഇന്ന് എറിഞ്ഞ് പൊട്ടിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ, എറിഞ്ഞൊന്നും പൊട്ടിച്ചില്ല, അവൻ ഞാൻ കൊണ്ടുവന്ന കഞ്ഞിയെല്ലാം കുടിച്ച്. ആഹാ, അത് അത്ഭുതമാണല്ലോ ചേച്ചി, എന്താ പറ്റി, ഇന്നെന്തുവാ എറിഞ്ഞ് പൊട്ടിക്കാൻ സമയം കിട്ടിയില്ലായോ, അതോ ഇന്ന് അത് എറിഞ്ഞ് പൊട്ടിക്കുന്ന കാര്യം മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, അങ്ങനൊന്നും പറയാതെ മോളെ, അവൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ അതാണ്,
എല്ലാവരും ചുറ്റും കൂടി നിന്ന് കുറ്റക്കാരനാണെന്ന് പറയുമ്പോൾ ആ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. അത് ഇതുപോലുള്ള ഒരു കേസിൽ അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അവനും അറിയാം, നമുക്കും അറിയാം. പക്ഷേ നാട്ടുകാരെല്ലാം അവനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് അവനെ താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണെന്ന് അലീന പറയുകയാണ്. ഇപ്പോൾ കൃഷ്ണമോള് പറയുകയാണ്, എന്തായാലും കുറച്ച് മാറ്റമൊക്കെ വന്നു തുടങ്ങിയല്ലേ, ഇപ്പം കഞ്ഞി കുടിച്ച് തുടങ്ങിയല്ലേ, ഇനി മാറുമായിരിക്കും ഇല്ലേ ചേച്ചി എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, മാറും മോളെ, അവൻ ഇനിയും മാറും. പണ്ടത്തെ സ്വഭാവമൊക്കെ മാറി അവൻ നല്ലൊരു ആളായി മാറും. ആ ഹരിയോടുള്ള കൂട്ടാണ് അവൻ ഇത്രയും നശിപ്പിച്ചത്, അല്ലാതെ അവൻ വലിയ കുഴപ്പക്കാരനൊന്നുമല്ല എന്ന് അലീനയാണെങ്കിൽ കൃഷ്ണമോളടുത്ത് പറയുകയാണ്. അങ്ങനെ അലീന പാത്രമൊക്കെ ആയിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. ഇതൊക്കെ ആലോചിച്ച് കൃഷ്ണമോൾ ഇങ്ങനെ നിൽക്കുകയാണ്. കൃഷ്ണമോൾക്ക് നല്ല സന്തോഷമുണ്ട്. എന്തായാലും രോഹിത്ത് കഞ്ഞിയൊക്കെ കുടിച്ചല്ലോ, പാത്രമൊന്നും തെറ്റിത്തെറിപ്പിച്ച് കളഞ്ഞില്ലല്ലോ, അതൊക്കെ ഓർത്ത് കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ വരുമ്പോൾ ഉടനെ കൃഷ്ണമോൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അച്ഛാ, അലീന ചേച്ചി കൊണ്ടുവന്ന കഞ്ഞിയൊക്കെ രോഹിയേട്ടൻ കുടിച്ചു, ഇന്നൊന്നും തട്ടിത്തെറിപ്പിച്ചില്ല. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, അതെന്താ ഇന്നവൻ മറന്നുപോയാൽ തട്ടിത്തെറിപ്പിക്കാൻ? അല്ല അച്ഛാ, ഇന്ന് വാശിയൊക്കെ കാണിച്ചെങ്കിലും അവസാനം അലീന ചേച്ചി പറഞ്ഞത് രോഹിയേട്ടൻ കേട്ട് അവസാനം കഞ്ഞിയെല്ലാം കുടിച്ച് മെഡിസിനൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ടിരുന്നെന്ന് പറയുകയാണ്. അലീന ചേച്ചി രോഹിയേട്ടനെ മാറ്റിയെടുക്കും അച്ഛാ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അച്ഛൻ നോക്കിക്കോ, എന്തായാലും രോഹിയേട്ടന് മാറ്റം ഉണ്ടാവും, നമ്മുടെ പഴയ രോഹിയേട്ടൻ നല്ല സ്വഭാവമായിട്ട് വരും, അലീന ചേച്ചി അത് മാറ്റിയെടുത്തിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അവൾക്ക് നല്ല വിശ്വാസമുണ്ട്, രോഹിയെ നന്നാക്കി കൊണ്ടുവരാൻ അവൾക്ക് പറ്റുമെന്ന്, അത് എന്നോട് പറയുകയും ചെയ്ത് എന്ന് പറയുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും അലീന ചേച്ചി, അത് ഉറപ്പാണ് എന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുന്നു ബാലേന്ദ്രനും.